ഈ ഒരു കോഡ് സെറ്റ് ഉണ്ടോ സമ്മർ ടൈമിൽ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ രീതിക്കാണ് ഈ ഒരു കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻവിസിബിൾ ആയിട്ടൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ഓപ്പൺ ആണ്, അതുപോലെ കോഡ് കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കോഡ് കോളർ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഓപ്പൺ കൊടുത്തതേ ഉള്ളൂ. ഓപ്പൺ ഇല്ലാതെയും നമുക്ക് കുർത്തികളിൽ ഈ ഒരു രീതിക്ക് കോഡ് കോളർ നെക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ കുർത്തിക്ക് വേണ്ടിയിട്ട് 1.5 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുള്ളൂ. അത് വീതിയുടെ സൈഡാണ് ഞാൻ അതുകൊണ്ട് തിരിച്ചിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് ആ കണക്കിന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം സെൻറ്റർ പോർഷൻ ഓപ്പൺ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്പൺ സൈഡിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത്. 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ വണ്ണം കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയ ശേഷമാണ് ഫ്രണ്ട് മാർക്കിംഗ് ഒക്കെ കൊടുക്കുന്നത്. ഇതിനെ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഉണ്ട് കണ്ടോ. ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഫ്രണ്ട് ഓപ്പൺ അല്ല എങ്കിൽ സാധാ ഫോൾഡ് ചെയ്ത് ഇടുന്ന പോലെ ഇട്ടാൽ മതി. പ്രത്യേകിച്ച് കോളർ ആയതുകൊണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 1 ഇഞ്ച് ഈ ഓപ്പൺ സൈഡിന് വേണ്ടിയിട്ട് മാറ്റിയിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുവാണ് കേട്ടോ. ഓപ്പണിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മാറ്റി വിടുന്നത്. 1/2 ഇഞ്ച് സീം അലൗൺസ് പോവും. 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു പാർട്ടിൻ്റെ പുറത്തല്ലേ അടുത്ത പാർട്ട് വരുന്നത്. ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സൈഡിലോട്ട് തിരിച്ചു വെച്ചതാണേ. ഇത് കണ്ടോ, ഇതാണ് 1 ഇഞ്ച്. ഇവിടെ ഇങ്ങനെ 1 ഇഞ്ച് മാറ്റി വിട്ടിട്ടുണ്ട്. ഈ 1 ഇഞ്ചാണ് ഓപ്പണിന് വേണ്ടിയിട്ട് മാറ്റി വിട്ടിരിക്കുന്നത്. ഇനി ഷോൾഡർ ഞാനിവിടെ 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 7.5 ഇഞ്ചാണ് കോളർ നെക്ക് കൊടുക്കുന്നുണ്ട്. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്ലോപ്പിന് 3/4 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വൈഡ്, കോളർ നെക്കിന് ഞാനിവിടെ 3 ഇഞ്ച് വൈഡാണ് കൊടുക്കുന്നത്. ഈ ഓപ്പൺ മാറ്റി തന്നെ, ഓപ്പണിന് വേണ്ടി 1 ഇഞ്ച് മാറ്റിയല്ലോ, അവിടെ നിന്ന് മാറ്റി തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ സ്ലോപ്പുമായിട്ടൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇനി ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് ഇപ്പോൾ ഞാനൊരു ലൈൻ കൊടുത്തു വയ്ക്കുവാണ്. ആം ഹോളിന് വേണ്ടിയിട്ട് ഈ സ്ലോപ്പ് മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് 8 ഇഞ്ച് താഴ്ത്തി വരയ്ക്കുന്നുണ്ടേ. 8 ഇഞ്ച് ഷോൾഡർ കൊടുത്ത പോലെ ആം ഹോള് ഈ 3/4 ഇഞ്ച് മാറ്റിയാണ് ഞാൻ ഈ 8 ഇഞ്ച് കൊടുത്തത്. ഇനി നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് ഞാനിവിടെ 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് സീം അലൗൺസ് കൂടെ വിടുന്നുണ്ട്. അങ്ങനെ 11 ഇഞ്ച് ആണ് ഞാനിവിടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ റൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആം ഹോൾ കർവാണ് യൂസ് ചെയ്യുന്ന. കറക്റ്റായിട്ട് ഈ സ്ലോപ്പിൻ്റെ ഭാഗത്തുനിന്ന് റൗണ്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് എത്രയാണെന്ന് ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സ്ലോപ്പ് മാറ്റിയ ശേഷം റൗണ്ട് ക്ലിയർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എനിക്കിവിടെ 9 ഇഞ്ചാണ് കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. വേസ്റ്റിൻ്റെ ലെങ്ത് ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹിപ്പിൻ്റെ ലെങ്ത് 21 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് അത് ഓരോ സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് വയ്ക്കുവാണേ. ഇനി വേസ്റ്റിൻ്റെ വണ്ണം ഞാനിവിടെ 8.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഇഞ്ച് സീം ഇവിടെയും കൊടുക്കണം. ഹിപ്പിൻ്റെ വണ്ണം 10.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് ഇവിടെയും സീം കൊടുത്ത് മാർക്ക് ചെയ്ത് ഇനി ഇതൊന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. ഇനി ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഡീപ്പ് 4 ഇഞ്ച് കൊടുക്കുവാണേ. വൈഡ് 3 ഇഞ്ച്. നമുക്ക് എത്രയാണോ കോളർ നെക്കിന് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതും ഈ 1 ഇഞ്ച് മാറ്റി തന്നെ മാർക്ക് ചെയ്യണം. ഇതൊരു റൗണ്ട് നെക്കായിട്ട് ഞാനിവിടെ ചെറിയൊരു കർവ് കൊടുത്ത് വയ്ക്കുവാണ് കേട്ടോ. ഫസ്റ്റ് അളന്ന് കട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് അളന്ന് കട്ട് ചെയ്തത് കൊണ്ട് സ്ലിറ്റിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് താഴോട്ട് വരച്ച ശേഷം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഇതേ ഷേപ്പിന് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ടേ. സ്ലോപ്പും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി ബാക്ക് പാർട്ടിന് ചെറിയ വ്യത്യാസമുണ്ട്. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെച്ച ശേഷം നമുക്ക് ബാക്ക് പാർട്ട് നിവർത്തി വയ്ക്കണം. ബാക്ക് പാർട്ട് നിവർത്തി വയ്ക്കുമ്പോൾ ഒരു സൈഡിലൊന്ന് എത്രയാണോ നമുക്ക് വണ്ണം വേണ്ടത് അത് അളന്ന് മാർക്ക് ചെയ്ത് ഈ ഫ്രണ്ട് പാർട്ട് അതിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ച് ട്രേസ് ചെയ്തെടുക്കണം. ഇനി 1 ഇഞ്ച് സീം അലൗൺസ് നമ്മൾ ഓപ്പണിന് വേണ്ടി കൊടുത്തല്ലോ, അത് ബാക്ക് പാർട്ടിന് വേണ്ട. അത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം കണ്ടോ. അത് മാറ്റി വെച്ചാണ് ഫോൾഡ് ചെയ്തിട്ടുള്ള ബാക്ക് പാർട്ട്. ഇനി ഇവിടെ ഒരു 3/4 ഇഞ്ച് കൂടുതൽ ബാക്ക് പാർട്ടിന് വേണം. അപ്പം 3/4 ഇഞ്ച് ഫ്രണ്ട് പാർട്ട് താഴ്ത്തി വെച്ചാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്ക് പാർട്ടിന് ആ 3/4 ഇഞ്ച് ഇവിടെ ഷോൾഡർ ഭാഗത്ത് കൂടുതൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് പാർട്ട് നെക്ക് കയറിപ്പോവാതിരിക്കാനാണ്. 1 ഇഞ്ച് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയും ഈ ഒരു സ്ലോപ്പ് നമുക്ക് ആ 3/4 ഇഞ്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണമല്ലോ. ബാക്കി ഇതുപോലെ ട്രേസ് ചെയ്ത് കൊടുത്താൽ മതി.
കണ്ടോ, സൈഡെല്ലാം അതേ കണക്കിന് ട്രേസ് ചെയ്ത് കൊടുത്താൽ മതി. ഷോൾഡർ ഭാഗത്തുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെയും ആ 3/4 ഇഞ്ച് താഴ്ത്തി ബാക്ക് നെക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 3 ഇഞ്ച് വൈഡിൻ്റെ അവിടെ നിന്ന് ആ 3/4 ഇഞ്ച് കറക്റ്റായിട്ട് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ബാക്ക് പാർട്ട് ആ 3/4 ഇഞ്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നമുക്കത് വേണം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ലെവലായിക്കോളും. ഇനി ചെറുതായിട്ട് ആ റൗണ്ട് കൊടുക്കണം കേട്ടോ ബാക്ക് നെക്കിന്. സ്ലിറ്റിൻ്റെ പോർഷൻ എല്ലാം ഒന്ന് ട്രേസ് ചെയ്തെടുത്ത ശേഷം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഈ സ്ലോപ്പ് വരുമ്പം ബാക്ക് പാർട്ടിന് കൊടുത്ത അതേ കണക്കിന് തന്നെ ആ സ്ലോപ്പും കട്ട് ചെയ്ത് മാറ്റണം. ബാക്ക് നെക്കും കട്ട് ചെയ്ത് സ്ലോപ്പ് കണ്ടോ അതേ കണക്കിന് കട്ട് ചെയ്ത് മാറ്റണം. ഒരു 3/4 ഇഞ്ച് ഇത് കൂടുതലാണ്. സ്ലീവ് സെറ്റ് ചെയ്യുമ്പോൾ ആംബോൾ റൗണ്ട് കറക്റ്റ് പിടിച്ചാൽ സെൻറ്റർ ഭാഗത്തൊന്ന് സ്ലീവ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിവർത്തിയിട്ട് കാണുമ്പോൾ ഇതുപോലെ കിട്ടും ബാക്ക് പാർട്ട്. ഇനി ഈ ഫ്രണ്ട് ഓപ്പണിന് നമുക്ക് ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ്. നെക്ക് 3 ഇഞ്ചാണല്ലോ കൊടുത്തത്. നെക്ക് 3 ഇഞ്ച് കൊടുക്കുമ്പോൾ 1 ഇഞ്ച് നമ്മൾ സീം കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് 5 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 5 ഇഞ്ച് വീതിയും ഈ ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിന് എത്ര ലെങ്ത് കൊടുത്തോ അത്രയും ലെങ്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ച് ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടതാ, ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വെച്ചിട്ടാണ് ഇത് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നെക്ക് വൈഡ് ഇപ്പോൾ 3 ഇഞ്ചല്ലേ കൊടുത്ത 1 ഇഞ്ച് സീമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 ഇഞ്ച് വീതിയിൽ ഈ ക്ലോത്ത് എടുക്കുന്നത് കേട്ടോ. ഇനി അരികെ ചേർത്ത് 1/2 ഇഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്താൽ മതി. അടുത്ത പീസും എടുത്ത് ഞാനത് കാണിച്ചു തരാം. അടുത്ത പീസ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട ശേഷം നല്ല വശങ്ങൾ തമ്മിൽ തന്നെ ചേർത്ത് വയ്ക്കണം. കണ്ടോ, ഫേസ് ടു ഫേസ് ആയിരിക്കണം നമുക്ക് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാനുള്ളത്. ആ നെക്ക് കറക്റ്റ് ലെവലായിട്ട് തന്നെ അത് പിടിക്കണം. പിടിച്ച് ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്ത ശേഷം ഈ 1 ഇഞ്ച് സീം മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാറ്റി ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. 1/2 ഇഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്താൽ മതി. 1/2 ഇഞ്ചാണ് സീമിന് മാറ്റിയിട്ടുള്ളത്. ഇനി ഇങ്ങനെയല്ലേ കോളർ മടങ്ങി വരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ 3 ഇഞ്ച് നെക്ക് വൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ സീം കൂട്ടേണ്ട 1 ഇഞ്ച്, സീമിൻ്റെ അവിടെ നിന്നാണ് 2 ഇഞ്ച് ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിടും. ഈ 2 ഇഞ്ച് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടത് ഈ പോയിന്റ് വരെ ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ അവിടെ നിന്ന് 1/2 ഇഞ്ച് താഴോട്ട് ഇങ്ങനെ ഫുൾ ലെങ്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 പാർട്ട് ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, 2 ഇഞ്ച് കണ്ടോ, അതുവരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് നെക്കിൻ്റെ ഷേപ്പിന് നമ്മൾ നോർമൽ ചുരിദാറിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഉള്ളിൽ നിൽക്കുന്ന ക്ലോത്ത് അതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി തിരിച്ചിടുന്നതിന് മുന്നേ ഈ 2 ഇഞ്ചിൻ്റെ തൊട്ട് മാറ്റി ഇതുപോലെ ഒരു കുഞ്ഞ് കട്ട് കൊടുക്കണം. കാരണം തിരിച്ചിടുമ്പോൾ അവിടെ ചുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞ് കട്ട് കൊടുത്ത ശേഷം നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ ആ ഷാർപ്പായിട്ട് തന്നെ കിട്ടണം. തിരിച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ക്ലോത്ത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് എഡ്ജ് ഒരു 1/2 ഇഞ്ച് അങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല പോലെ തിരിച്ചിട്ടെടുക്കണം. ഇതുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് അയൺ കൂടെ ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ അതുപോലെ തന്നെ ഇരുന്നോളും. 2 സൈഡ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞത് കണ്ടോ, ഇവിടെ കട്ട് കൊടുത്തതാണ്. ഇവിടെ നിന്ന് എഡ്ജിലൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് കോളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 2 പാർട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഒന്നുകിൽ ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ബട്ടൺ കൊടുക്കാം. ഇങ്ങനെയാണ് വി പോലെ നമുക്ക് ഈ കോഡ് കോളറിൻ്റെ നെക്ക് വരുന്നത്. കോളർ കൂടെ കൊടുത്തു കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. കണ്ടോ, നമുക്ക് എത്ര വേണോ ലെങ്തിൽ അത് ഡീപ്പ് കൊടുത്ത് മടക്കിയെടുക്കാം. ഇതുപോലെ വരും നമുക്ക് ഫ്രണ്ട് പാർട്ട്. 2 സൈഡും ഷോൾഡർ അടിച്ചു കൊടുക്കണം. കണ്ടോ, 2 സൈഡും ഞാനിവിടെ ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് നമ്മളൊരു 3/4 ഇഞ്ച് കൊടുത്ത് അതിൻ്റെ വേരിയേഷൻ വരും കേട്ടോ. ഷോൾഡർ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ആം റൗണ്ടാണ് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനുള്ളത്. ആം റൗണ്ട് കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചു കൊടുക്കണം.
ഇനി നമുക്ക് ഫുള്ളൊന്ന് റൗണ്ട് ചെയ്ത് മെഷർമെന്റ് എടുക്കണം കോളറിന് വേണ്ടിയിട്ട്. ഇതാ ഇങ്ങനെ 2 ഇഞ്ച് മാറ്റി ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കോളറിന്റെ ആവശ്യമില്ല. ഈ പോയിന്റിൽ നിന്ന് ഈ 2 ഇഞ്ച് മാറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ഒരു കട്ട് കൊടുത്തല്ലോ, അവിടെ നിന്ന് കറക്റ്റായിട്ട് ഇഞ്ചി ടേപ്പ് ഇതുപോലെ ചുറ്റിച്ച് പിടിക്കണം. അപ്പോഴത്തേക്ക് ക്ലോത്ത് വലിച്ചു പിടിക്കാൻ പാടില്ല. ആ കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് ഇഞ്ചി ടേപ്പ് ഒന്ന് ചുറ്റിച്ച് ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാൻ പാടില്ല. കോളറിനൊക്കെ കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ 2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അതുവരെ നമുക്ക് മെഷർമെന്റ് എടുക്കാം. എനിക്കിവിടെ 15.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി 15.5 ഇഞ്ചിന് ഞാൻ ഒരു ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. പേപ്പർ സ്റ്റിഫാണ് അയൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി കോളറിനൊക്കെ എടുക്കുന്ന സ്റ്റിഫ് അല്ല, ഇതൊരു പേപ്പർ സ്റ്റിഫാണ്. പേപ്പർ സ്റ്റിഫ് അതിൻ്റെ പുറത്ത് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡ്ജ് ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എഡ്ജ് ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. ഇനി ലെങ്ത് മാർക്ക് ചെയ്യണം. 15.5 ഇഞ്ചാണല്ലോ എനിക്ക് കിട്ടിയ കോളറിന്റെ ലെങ്ത്. അതിന്റെ ഹാഫാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. കാരണം 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുമല്ലോ ഇത്. ഹാഫ് എന്ന് പറയുമ്പോൾ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കോളറിന് വീതി 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം. ഈ സൈഡ് 2ആയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് വരും. ഇത് 3 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടത് ഇവിടെ ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ഒരു 1.5 ഇഞ്ച് ഈ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. കോളറിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഇവിടെ നിന്ന് നേരെ ചരിച്ച് വരയ്ക്കണം. കാരണം കോളറിന് ആ ഒരു കോളറിന്റെ ഷേപ്പ് വേണമല്ലോ, അതിനാണ് ഈ 1.5 ഇഞ്ച് മേളിൽ കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഷേപ്പ് കൊടുത്ത കേട്ടോ. ഈ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു സൈഡിൽ ഞാനൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് വയ്ക്കുവാണേ. ഇനിയിപ്പോൾ ഇവിടെയും നമുക്ക് കോളറിന്റെ ഷേപ്പ് കൊടുക്കണമല്ലോ. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 3 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്യണം. കണ്ടോ, ഈ സൈഡിൽ മാർക്ക് ചെയ്ത പോലെയാണ് 3 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്തത്. ഇപ്പൊ കോളറിന്റെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് 3 ഇഞ്ച് കൊടുത്തില്ല, 2.5 ഇഞ്ച് മതിയെങ്കിൽ 2.5 ഇഞ്ച് കൊടുത്താൽ മതി. കാരണം ഈ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കോളറിന്റെ വീതിയാണ്. അതിപ്പോൾ 2.5 ഇഞ്ച് ആയാലും സാരമല്ല കേട്ടോ. 3 ഇഞ്ച് വേണമെങ്കിൽ 3 ഇഞ്ച് കൊടുക്കാം. ഇതാണ് നമുക്ക് ബോഡി പാർട്ടോട്ട് അറ്റാച്ച് ചെയ്യാനുള്ള പോർഷൻ. ഇവിടെ നമുക്ക് കോളറിന്റെ മേൽഭാഗമാണ്. അതുകൊണ്ടാണ് ആ 2.5 ഇഞ്ച് ആയാലും മതി എന്ന് പറയുന്നത് കേട്ടോ. കോളറിന്റെ ആ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഷാർപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷനാണ് ഈ 2.5 ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് മെഷർമെന്റ് അല്ലേ മാർക്ക് ചെയ്തത്. ഞാനിവിടെ തിരിച്ചു വെച്ചിട്ടാണ് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിനി സീം അലൗൺസ് കൂടെ ഇതിൽ ആഡ് ചെയ്യണമല്ലോ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഇനി സീം അലൗൺസ് കൂടെ വിട്ട് ഞാനിവിടെ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുവാണേ. ഈ കോളറിന്റെ കറക്റ്റ് മെഷർമെന്റ് എങ്ങനെ മാർക്ക് ചെയ്തോ അതുപോലെ തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും മാർക്ക് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് സീം അലൗൺസ് വേണം. 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് വേണ്ട കറക്റ്റ് കോളറിന്റെ അളവാണ്. ഇനി എക്സ്ട്രാ 1/2 ഇഞ്ച് കൊടുക്കണം. അപ്പം ഞാൻ അപ്പുറത്ത് മാർക്ക് ചെയ്തപ്പോൾ 1/2 ഇഞ്ച് കൊടുക്കാതെയാണ് മാർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തിരിച്ചൊന്നേന്ന് മാർക്ക് ചെയ്ത്. ഇനി നമുക്ക് 1/2 ഇഞ്ച് ഇങ്ങനെ മാറ്റി കോളറിന്റെ മേൽഭാഗം യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 1/2 ഇഞ്ച്, ഈ സൈഡിലും 1/2 ഇഞ്ച് കൂടുതൽ വേണം. ഇവിടെ 1/2 ഇഞ്ച്, ഈ താഴ്ഭാഗത്തുണ്ടല്ലോ ഇവിടെയും അതുപോലെ തന്നെ 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള സൈഡ് പോയിട്ട് നമുക്ക് 1/2 ഇഞ്ച് ആ 3 സൈഡും കൂട്ടി വരച്ചു കൊടുക്കണം. കോളർ കറക്റ്റായിട്ട് മെഷർമെന്റ് മാർക്ക് ചെയ്ത ശേഷം. കാരണം ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് സീം കൊടുക്കുന്നത്. ഈ സീം അലൗൺസ് നിർത്തിക്കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ സീം അലൗൺസ് അപ്പുറത്തെ സൈഡ് കൊടുക്കാതെ ഞാൻ സൈഡ് തൊട്ടേ മാർക്ക് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഈ സൈഡ് സീം അലൗൺസ് കൊടുത്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നിവർത്തിയിട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കോളറിന്റെ ഷേപ്പ് കിട്ടി. കണ്ടോ, 2ആയിട്ട് മടക്കിയല്ലേ വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, കറക്റ്റായിട്ട് നമുക്കിവിടെ കോളർ കിട്ടി. ഇനി ഒരു പീസ് കൂടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് എടുത്താൽ മതി. ഇനി സിമ്പിളാണ്. ഈ 1/2 ഇഞ്ച് സീം അലൗൺസ് കണക്കിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള പോർഷൻ ഉണ്ട്. ഈ സൈഡ് നമുക്ക്
സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു 1/2 ഇഞ്ച് കണ്ടോ, ഇവിടെയും സീമുണ്ട് ഇങ്ങനെ. ഇത് കണ്ടോ, ഈ 3 സൈഡ് നമുക്ക് ഈ സീം മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് 1/2 ഇഞ്ച് പാകത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നമ്മൾ ഫസ്റ്റ് കോളർ കട്ട് ചെയ്തെടുത്തല്ലേ, ഈ പോർഷന് ഇവിടെ നിന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് ഫുൾ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഈ സൈഡെല്ലാം കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. ഈ സൈഡ് ഞാൻ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇതാണ് ബോഡി പാർട്ടുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള സൈഡ്. ഇനി ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കണം, തിരിച്ചിട്ടെടുക്കാനുള്ളതല്ലേ. അത് കഴിഞ്ഞത് തിരിച്ചിട്ടെടുക്കണം, നല്ലപോലെ ഷാർപ്പാക്കി തിരിച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ കോളർ റെഡിയായി. ഇനി നമുക്ക് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ഇതിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, കോളറിൽ 1/2 ഇഞ്ച് നമ്മൾ സീം കൊടുത്താൽ അതൊന്ന് അകത്തോട്ട് മടക്കി അയൺ ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. അതല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനകവശത്തോട്ട് നമ്മുടെ ബോഡി പാർട്ടി കോളറിനകവശത്തോട്ട് 1/2 ഇഞ്ച് ഇവിടെ മാറ്റിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ മടക്കി വെച്ച ശേഷം ബോഡി പാർട്ട് അതിനകത്തോട്ട് ഇതുപോലെ വെച്ച് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. നമ്മൾ ഫസ്റ്റേ ആ കോട്ട് കോളറിൻ്റെ ആ വീയുടെ ഷേപ്പ് നമ്മൾ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുകളിലോട്ട് ആ റൗണ്ടായിട്ട് വരുന്ന കോളറിൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇതുപോലെയാണ്. ഓപ്പൺ എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത് കണ്ടോ, കോളറും കറക്റ്റായി. ഇനി അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നോർമലി ചെയ്യുന്ന പോലെ നമുക്ക് സ്ലീവും സൈഡും ലെങ്ത് ഭാഗത്തും ഒന്ന് അടിച്ചെടുത്താൽ മതി. കണ്ടോ, ബട്ടൺ കൂടെ വെച്ച് കൊടുത്താൽ ഒന്നുകൂടെ ഭംഗിയാവും. സ്ലീവ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷോൾഡർ ഭാഗം കറക്റ്റ് സെൻറ്ററായിട്ട് പിടിക്കണം. ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ഭാഗമല്ല, സെൻറ്ററായിട്ട് പിടിച്ച് സ്ലീവ് കറക്റ്റായിട്ട് ആ സെൻറ്റർ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് നമുക്കിവിടെ കോട്ട് കോളർ നെക്ക് റെഡിയായി. കണ്ടോ, വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.